കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാഗാർജുൻ എന്ന പ്രശസ്തനായ കവി എഴുതിയ ബഹുത് ദിനോം കെ ബാദ് എന്ന മനോഹരമായ കവിതയാണ്. ഈ പാഠത്തിലെ ഓരോ വരികളുടെ അർത്ഥവും ചോദ്യോത്തരങ്ങളും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നു മാറി സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ഒരു വ്യക്തിക്ക് അവിടെ അനുഭവപ്പെടുന്ന സന്തോഷമാണ് ഈ കവിതയുടെ പ്രമേയം. കവിതയുടെ തലക്കെട്ട് ബഹുത് ദിനോം കെ ബാദ് എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് അർത്ഥം. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേംനെ ജി ഭർ ദേഖി, ഇത്തവണ ഞാൻ മനസ്സു നിറയെ കണ്ടു. പകീ സുൻഹലി ഫസലോം കി മുസ്കാൻ, വിളഞ്ഞു പാകമായ സ്വർണ്ണനിറമുള്ള വിളകളുടെ പുഞ്ചിരി. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ് ഈ മേനെ ജി ഭർ സുൻ പായ, ഇത്തവണ എനിക്ക് മനസ്സു നിറയെ കേൾക്കാൻ കഴിഞ്ഞു. ധാൻ കൂട്ടി കിശോരിയോം കി കോകില കണ്ഠി താൻ, നെല്ലുകുത്തുന്ന പെൺകുട്ടികളുടെ കുയിൽനാദം പോലെയുള്ള പാട്ട്. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ സൂംഘെ, ഇത്തവണ ഞാൻ മനസ്സു നിറയെ മണത്തു. മൗലസിരി കി ഢേർ ഢേർ സേ താസേ ടട്കെ ഫൂൽ, ഇലഞ്ഞിപ്പൂക്കളുടെ കൂട്ടമായി കിടക്കുന്ന പുതിയ പൂക്കൾ. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ ഛൂ പായ, ഇത്തവണ എനിക്ക് മനസ്സു നിറയെ സ്പർശിക്കാൻ കഴിഞ്ഞു. അപ്നി ഗാംവി പഗ്ഡണ്ഡി കി ചന്ദൻ വർണി ധൂൽ, എന്റെ ഗ്രാമത്തിലെ ഇടവഴികളിലെ ചന്ദന നിറമുള്ള മണ്ണ്. ഇപ്പോൾ വായിച്ച പേജിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ഫസലോം കി മുസ്കാൻ സേ ക്യാ താത്പര്യ ഹെ, വിളകളുടെ പുഞ്ചിരി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തർ: ഖേത്തോം മേ ലഹ്റാത്തി സുൻഹരി ഫസലേം ഫസലോം കി മുസ്കാൻ ഹെ, പാടത്ത് കാറ്റിലാടുന്ന സ്വർണ്ണ നിറമുള്ള വിളകളാണ് വിളകളുടെ പുഞ്ചിരി. ചോദ്യം 2. ധാൻ കൂട്തി കിശോരിയോം കി കോകിലകണ്ഠി താൻ, ഇസ്സെ ആപ്നെ ക്യാ സംഝാ, നെല്ലുകുത്തുന്ന പെൺകുട്ടികളുടെ കുയിൽനാദം പോലെയുള്ള പാട്ട്. ഈ വരിയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഉത്തർ: गांव की लड़कियां काम करते समय कोयल की तरह मीठा गाती हैं. ഗ്രാമത്തിലെ പെൺകുട്ടികൾ ജോലി ചെയ്യുമ്പോൾ കുയിലിനെ പോലെ മധുരമായി പാടുന്നു. ചോദ്യം 3. ഗവയി പഗ്ഡണ്ഡി की चंदन वर्णी धूल, यहाँ गांव का कौन सा चित्र प्रकट होता है? ഗ്രാമത്തിലെ നടപ്പാതയിലെ ചന്ദന നിറമുള്ള മണ്ണ്, ഇവിടെ ഗ്രാമത്തിന്റെ എങ്ങനെയുള്ള ചിത്രമാണ് തെളിയുന്നത്? ഉത്തർ: यहाँ गांव की सादगी और पवित्रता का चित्र प्रकट होता है. कवि अपनी मिट्टी को चंदन के समान पूजनीय मानते हैं. ഗ്രാമത്തിന്റെ ലാളിത്യവും പവിത്രതയുമാണ് ഇവിടെ തെളിയുന്നത്. തന്റെ ഗ്രാമത്തിലെ മണ്ണിനെ ചന്ദനത്തെപ്പോലെ പവിത്രവും വന്ദിക്കപ്പെടേണ്ടതുമായാണ് കവി കാണുന്നത്. ബഹുത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ താലമഖാന ഖായ, ഇത്തവണ ഞാൻ മനം നിറയെ താലമഖാന കഴിച്ചു. ഗന്നെ ചൂസെ ജി ഭർ, മനം നിറയെ കരിമ്പു നുണഞ്ഞു. ബഹുത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേംനെ ജി ഭർ ഭോഗെ, ഇത്തവണ ഞാൻ മനം നിറയെ അനുഭവിച്ചു. ഗന്ധരൂപരസ് ശബ്ദസ്പർശ് സബ് സാത് സാത് ഇസ് ഭൂപർ, മണവും രൂപവും രുചിയും ശബ്ദവും സ്പർശനവും എല്ലാം ഒരേ സമയം ഈ ഭൂമിയിൽ. ചർച്ച കരേ, ചർച്ച ചെയ്യൂ. അബ്കി മേനെ ജി ഭർ ദേഖി, അബ്കി മേ ജി ഭർ സുൻ പായ, ഈ പ്രാവശ്യം ഞാൻ മനസ്സ് നിറഞ്ഞു കണ്ടു, ഈ പ്രാവശ്യം ഞാൻ മനസ്സ് നിറഞ്ഞു കേൾക്കാൻ കഴിഞ്ഞു. കവിതാ മേം ജി ഭർ ശബ്ദ കാ പ്രयोग बार बार हुआ है, इसकी विशेषता पर चर्चा करें.
കവിതയിൽ ജീഭർ എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകതയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഉത്തർ: കവി ബഹുത് ദിനോं के बाद अपने गांव आए हैं. കവി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തന്റെ ഗ്രാമത്തിലേക്ക് വന്നത്. इसलिए वे वहां के गंध, रूप, रस, शब्द और स्पर्श का आनंद पूरी तरह से लेना चाहते हैं. അതുകൊണ്ട് അവിടുത്തെ ഗന്ധം, രൂപം, രുചി, ശബ്ദം, സ്പർശനം എന്നിവയെല്ലാം പൂർണ്ണമായി ആസ്വാദിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. യഹ് ഉൻകി തീവ്ര ഇച്ഛ और संतुष्टि को दिखाता है. ഇത് അദ്ദേഹത്തിന്റെ ശക്തമായ ആഗ്രഹവും സന്തോഷവും കാണിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി. कवि ने कविता में कई विशेष अर्थ वाली पंक्तियों का प्रयोग किया है. ऐसी पंक्तियां पहचान कर लिखें. കവി കവിതയിൽ പ്രത്യേക അർത്ഥമുള്ള പല വരികളും ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വരികൾ കണ്ടെത്തി എഴുതുക. ജैसे, ഉദാഹരണത്തിന്, കിഷോരിയോं की कोकिला गंठी तान, യുവതികളുടെ കുയിലിനെ പോലെയുള്ള മധുര ശബ്ദം. ഉത്തർ: പക്കി സുനെഹലി ഫസ്ലോं की मुस्कान, വിളഞ്ഞുപാകമായ സ്വർണ്ണനിറമുള്ള വിളകളുടെ ചിരി. മൗലസിരി കെ താസെ ടകേ ഫൂൽ, ഇലഞ്ഞു പൂക്കളുടെ പുതുമയുള്ള ഗന്ധം. ഗംവയി പഗ്ദണ്ഡി കെ ചന്ദൻ വർണി ധൂൽ, ഗ്രാമത്തിലെ വഴിയോരത്തെ ചന്ദന നിറമുള്ള മണ്ണ്. ഗന്ധരൂപ് രസ് ശബ്ദ സ്പർശ സബ് സാഥ് സാഥ്, ഗന്ധവും രൂപവും രുചിയും ശബ്ദവും സ്പർശനവും എല്ലാം ഒരേ സമയം. സമാൻ ആശയ വാലി പങ്ക്തിയാ കവിതാ സെ ചുൻകർ ലിഖിയേ. സമാന ആശയമുള്ള വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തുക. 1. ഖേത് സ്വർണവർണി ഫസ്ലോം സെ സമൃദ്ധ ഹൈ. വയലുകൾ സ്വർണ്ണനിറത്തിലുള്ള വിളകളാൽ സമ്പന്നമാണ്. ഉത്തർ: പക്കി സുനഹലി ഫസലോं की मुस्कान. 2. ഗ്രാമീൺ ബാലായെ മെഹനത് കർത്തെ ഹുए മധുര ഗീത് ഗാത്തി ഹൈ. ഗ്രാമത്തിലെ പെൺകുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് മധുരമായി പാടുന്നു. ഉത്തർ: ധാൻ കൂട്ടി കിശോരിയോं की कोकिला कंठी तान. 3. തന്മൻ കോ ഊർജ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാതി ഹൈ. ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുന്ന സുഗന്ധം പരക്കുന്നു. ഉത്തർ: മൗലി സിരി കെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ. 4. गांव की गलियों की सुनहली धूल का एहसास हुआ. ഗ്രാമത്തിലെ വഴികളിലെ സ്വർണ്ണ നിറമുള്ള മണ്ണിൽ സ്പർശിച്ച അനുഭവമുണ്ടായി. ഉത്തർ: अपनी गवाई पगडंडी की चंदनवर्णी धूल. 5. मनपसंद देहाती खाना चखने का मौका मिला. ഇഷ്ടപ്പെട്ട നാടൻ ഭക്ഷണങ്ങൾ രുചിക്കാൻ അവസരം ലഭിച്ചു. ഉത്തർ: अब की मैंने जी भर ताल मखाना खाया. कविता से इन पदों की विशेषता सूचित करने वाले शब्द पहचान कर लिखें. കവിതായിൽ നിന്ന് ഈ പദങ്ങളുടെ പ്രത്യേകത സൂചിപ്പിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഫസൽ, വിള. ഉത്തർ: പക്കി സുനഹലി. താൻ, ഈണം. ഉത്തർ: കോകില കണ്ഠി. ഫൂൽ, പൂവ്. ഉത്തർ: താസെ ടട്കെ. ധൂൽ, മണ്ണ്. ഉത്തർ: ചന്ദൻ വർണി. കവിതാ കാ ആശയ ലിഖേं. കവിതയുടെ സാരമെഴുതുക. उत्तर: ये कविता गांव की प्राकृतिक सुंदरता और ग्रामीण जीवन के आनंद को व्यक्त करती है. बहुत दिनों के बाद गांव लौटने पर कवि अपनी 5 इंद्रियों से गांव का सुख भोगते हैं. ഈ കവിത ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗിയെയും അവിടുത്തെ ജീവിതത്തിന്റെ സന്തോഷത്തെയും വ്യക്തമാക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഗ്രാമത്തിൽ തിരിച്ചെത്തിയ കവി തന്റെ 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഗ്രാമത്തിന്റെ സുഖം ആസ്വദിക്കുന്നു. ഇതോടെ നമ്മുടെ പാഠഭാഗം പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തി നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.